ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 11, 12, 13 വാക്യങ്ങളിലെ പ്രസംഗത്തിന്റെ വചനത്തിന്റെ 3-ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്, സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് അടുത്ത് എന്ത് ചെയ്യണം? വർദ്ധിച്ചു വന്നിട്ട് ഭേദാഭേദങ്ങളെ വിവേചിക്കണം. വലിയൊരു സബ്ജക്റ്റിലേക്ക് വരിക. 1 Corinthians 13 ലേഖനം ഞാൻ വിട്ടിട്ടില്ല കേട്ടോ, അത് പറയണം, നമുക്ക് ഇടയ്ക്ക് അതൊന്ന് ചിന്തിക്കണം. ഭേദാഭേദങ്ങളെ വിവേചിക്കണം. ഫിലിപ്പിയിലെ വിശ്വാസികളുടെ ആത്മീക നിലവാരത്തിന് വേണ്ടി പൗലോസും കൂടെയുള്ള സഹശുശ്രൂഷന്മാരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരണം. നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കണം. ഈ കാലഘട്ടത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഭേദാഭേദങ്ങളെ വിവേചിക്കുക, തെറ്റും ശരിയും മനസ്സിലാക്കുക, ഉപദേശവും ദുരുപദേശവും മനസ്സിലാക്കുക, സത്യവും അസത്യവും മനസ്സിലാക്കുക, വേർതിരിക്കുക. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. അത് വാക്യം ഞാൻ എടുക്കാം. നിങ്ങൾ മലിനവും തമ്മിൽ വേർതിരിക്കണം എന്നുള്ള ഭാഗമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ആ വാക്യം ഒന്ന് എടുത്താട്ടെ. സ്തോത്രം. ഭാവി നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. വളരെ ശക്തമായ ഒരു പ്രബോധനമാണത്. പുരോഹിതന്മാർ ചെയ്യേണ്ടത് തെറ്റും ശരിയും തമ്മിൽ എന്ത് ചെയ്യുന്നില്ല? കാണിച്ചു കൊടുക്കുന്നില്ല. 22 യെഹെസ്കേൽ 22 അതിന് 26-ാം വാക്യം മുതൽ. അതിലെ പുരോഹിതന്മാർ എൻ്റെ ന്യായപ്രമാണത്തിലോ ദ്രോഹം ചെയ്തു, എൻ്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല. ശ്രദ്ധിച്ചേ, ഭേദാഭേദങ്ങളെ വിവേചിക്കണം. ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല. അടുത്ത മലിനവും നിർമ്മലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നില്ല. ഞാൻ അവരുടെ മധ്യേ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവരുടെ ശബ്ദങ്ങളെ നോക്കാതെ കണ്ണു മറച്ചു. അപ്പൊ ജനത്തെ പുരോഹിതന്മാർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല. മലിനവും നിർമ്മലിനവും തമ്മിൽ ഭേദം കാണിച്ചു കൊടുക്കുന്നില്ല. താഴോട്ടുള്ള വേദഭാഗം ഒന്ന് വായിച്ചേട്ടെ മാമേ. കണ്ടോ, അതിലെ പ്രഭുക്കന്മാർ ലാഭം ഉണ്ടാക്കേണ്ടതിന് ഇര കടിച്ചു കീറുന്ന. അപ്പൊ കർത്താവ് ചെന്നായാണെന്ന് പറഞ്ഞു, പൗലോസ് ചെന്നായാണെന്ന് പറഞ്ഞു. വ്യവസ്ഥ വിട്ടു പോകുന്ന ശുശ്രൂഷന്മാരെ ചെന്നായി എന്ന് പഴയ നിയമം പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് ചെന്നായ്ക്കളെന്ന് ശുശ്രൂഷന്മാരെ കുറിച്ച് പഠിപ്പിച്ചു. കൊടിയ ചെന്നായ്ക്കളെ സൂക്ഷിക്കാൻ പറഞ്ഞു. പൗലോസ് പറഞ്ഞു ചെന്നായ്ക്കളെ സൂക്ഷിക്കാൻ പറഞ്ഞു. കൊടിയ ചെന്നായ്ക്കളെ സൂക്ഷിക്കാൻ പറഞ്ഞു. കർത്താവ് ചെന്നായ എന്നല്ല പറഞ്ഞത്, കർത്താവ് ചെന്നായ്ക്കളെ സൂക്ഷിക്കാൻ പറഞ്ഞു. ഇവിടെയും പറയുന്നു എന്താണ്? ചൊല്ലുവാനും ദേഹികളെ നശിപ്പിക്കുവാനും നോക്കുന്നു. ദേഹികളെ നശിപ്പിക്കുക. ഒരാളെ യെശയ്യാവ് 3:12 വാക്യത്തിൽ വായിച്ചേ. ദേഹികളെ നശിപ്പിക്കുകയാണോ എന്ന് പ്രവാചകൻ പറയുന്നത് കേൾക്കാം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വ്യക്തമായ ഉപദേശം കിടപ്പുണ്ട് ഇതില്. യെശയ്യാവ് 3:12. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചോട്ടെ, എടുത്തില്ലേ? എന്റെ ജനമേ, കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. അതായത് കണ്ടോ, വഴി തെറ്റിക്കുന്നു, വഴി നശിപ്പിക്കുന്നു. യെശയ്യാവ് പറയുന്നു, യെഹെസ്കേൽ പറയുന്നു. ഇതൊക്കെ പ്രവചനവാക്യങ്ങളാ. ഭേദാഭേദങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കണം. തെറ്റിച്ച് കളയല്ല ചെയ്യേണ്ടത്, അവരെ യഥാസ്ഥാനപ്പെടുത്തണം. തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പം എൻ്റെ വീട്ടിലൊരു കുഞ്ഞുണ്ട്. അവന് കണ്ട 5.5 വയസ്സേ ആയുള്ളൂ. അവൻ കാണിക്കുന്ന മുഴുവൻ കുരുത്തക്കേടാ. ഞാൻ അവനെ പിടിച്ചിട്ട് മോനെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. ഈ ഇടയ്ക്കൊരു ഇലക്ട്രിക്കലിൻ്റെ ഒരു കാറ് മേടിച്ചു കൊടുത്തു അവൻ്റെ കൃഷിക്കാർ. അത് ഓടിക്കാൻ നേരത്ത് തെറ്റായെന്ന് വെച്ചാൽ അവൻ വണ്ടി കയറി ഇരുന്നിട്ട് അങ്ങോട്ട് നോക്കി. ഞാൻ നേരെ നോക്ക്. നമ്മൾ ഡ്രൈവിങ്ങിന് പഠിപ്പിക്കാൻ നേരത്ത് ആശാൻ പറഞ്ഞു തരുന്നത് എന്താ?
സ്റ്റിയറിംഗ് പിടിച്ചിട്ട് നേരെ മുമ്പോട്ട് നോക്കാൻ പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്ക്, മുമ്പോട്ട് നോക്ക്, വണ്ടി വരുന്നുണ്ടോ, സൈഡ് പോകുന്നുണ്ടോ, നമ്മുടെ ക്ലിയർ ആവുന്നുണ്ടോ, നമ്മളെ ഇടത് സൈഡ് ചേർന്നാണോ പോകുന്നത്, നേരെ നോക്കുക. യവൻ വണ്ടിയൊക്കെ കയറിയുന്നുണ്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് ഓടിക്കുക. അത് ഇലക്ട്രിക് വണ്ടി, അത് ഓടിയൊക്കെ വല്ലയിടത്തും പോയി ഇടിക്കും, ഇടിച്ച് അതിൻ്റെ ബോഡിയൊക്കെ പൊട്ടും. ഞാൻ പോലെ വണ്ടി കയറി ഇരുന്നാൽ നേരെ നോക്കണം, മുമ്പിലുള്ള തടസ്സങ്ങളെ നോക്കണം, പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കുക. അതുപോലെ ശുശ്രൂഷന്മാർ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അവർ ആക്സിഡന്റിൽ പെടാതെ, അവർ ആത്മീകമായി തകർന്നു പോകാതിരിക്കാൻ ദൈവസ്നേഹത്തിന് വിട്ടുപോകുന്നു എന്നുള്ള അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഹല്ലേലൂയ. തെറ്റും ശരി അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഭേദാഭേദങ്ങളെ വിവേചിക്കാൻ അവർക്ക് അതിനുള്ള ഉപദേശം കൊടുക്കണം. ലോകത്തിൽ തെറ്റുമുണ്ട് ശരിയുണ്ട്. തെറ്റാണ് കൂടുതൽ, ശരി കുറവാ. അപ്പൊ ശരിയായ പാന്താവിലൂടെ യാത്ര ചെയ്ത് നിത്യതയെ ചെന്നെത്താൻ വേണ്ടി ഭേദാഭേദങ്ങൾ വിവേചിക്കാനുള്ള കഴിവ് ഫിലിപ്പിയ സഭയിലെ വിശ്വാസികൾക്കുണ്ടാകണമെന്ന് പൗലോസിന്റെ ശക്തമായ പ്രാർത്ഥന. സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചു വരണം. ഭേദാഭേദങ്ങളെ വിവേചിക്കണം. തെറ്റും ശരിയും മനസ്സിലാക്കി ശരിയുടെ ഭാഗത്ത് നിൽക്കുന്നവരായ വിശ്വാസികൾ തീരണം. 100 ഉപദേശങ്ങളാണ് ലോകത്ത് കിടക്കുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിച്ചു കാണും, ഈയിടയ്ക്ക് ഒരു അച്ഛൻ ഇറങ്ങിയിട്ടുള്ള ഒരു അച്ഛൻ, അപ്പി അച്ഛൻ, തലമുടിയൊക്കെ നീട്ടി വളർത്തി, കണ്ടിട്ടുണ്ടാവും. വിനോദ് എന്നാണ് അച്ഛൻ്റെ പേര്. എല്ലാവരും വേണമെങ്കിൽ മെസ്സേജ് ഫോർവേഡ് ചെയ്ത് തരാം. ഞാൻ ഇദ്ദേഹം എന്താ പറയണമെന്ന് ശ്രദ്ധിച്ചു. അദ്ദേഹം പറയുന്നു, ഞാൻ അച്ഛൻ പട്ടം ഉപേക്ഷിച്ചിട്ട് ഞാനിപ്പോൾ ഭക്തിയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുക. ഓ കൊള്ളാമല്ലോ, മുടിയൊക്കെ നീട്ടി വളർത്തിരിക്കുക. അവിടെ തന്നെ പോയി പുരുഷൻ മുടി നീട്ടിയാൽ പറഞ്ഞോ തൻ്റെ തലയ്ക്ക് അപമാനമെന്നും അല്ലേ. അപ്പം അത് തന്നെ തെറ്റിച്ചു. അപ്പം അതിൽ തന്നെ ഞാൻ പുള്ളിയെ നോട്ട് ചെയ്ത് കഴിഞ്ഞു. പോട്ടെ, അച്ഛനല്ലേ, കുറച്ച് കഴിയുമ്പോൾ കട്ട് ചെയ്ത് കളയുമായിരിക്കാം, നന്നായിട്ടൊക്കെ ഇരിക്കുക. പറയുന്നത് എന്താണെന്ന് നോക്കിയാൽ മുഴുവൻ ദുരുപദേശം. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ പക്ക അങ്ങ് വിമർശിക്കുക. ഒരാൾ ചോദിച്ചു, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ, യേശുക്രിസ്തു ദൈവമാണെന്ന് ആര് പറഞ്ഞു? എത്ര വാക്യം വേണം പാസ്റ്റേ? ഈ പുതിയ നിയമത്തിലും പഴയ എത്ര വാക്യം വേണം? വേണ്ട, തോമാസ് പറഞ്ഞ ഒരൊറ്റ വാക്യം എടുക്കുക. എന്താ പറഞ്ഞു തോമാസ്? കറക്റ്റ്, എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമായി. അപ്പോൾ ഒരു പാസ്റ്റർ, ഒരു വിശ്വാസി എടുത്ത് പറഞ്ഞു, ദൈവത്വത്തെ നിങ്ങൾ നിഷേധിക്കുന്നത്. തോമസ് പറഞ്ഞ വേറൊരു ക്ലോസിൽ നിന്നുകൊണ്ടാണ്. എന്താ ചെയ്യാ? അദ്ദേഹത്തോട് വർത്താനം പറയുമ്പോൾ എൻ്റെ ഭാഷ പറഞ്ഞാൽ ഒരു ചൂരവടി കൈ വെച്ചിട്ട് വേണം പറയാൻ. അല്ല പിന്നെ ആ സഹോദരൻ പറഞ്ഞു, എൻ്റെ ദൈവം എൻ്റെ കർത്താവുമായുള്ളൂ എന്ന് കർത്താവിനെ സംബോധന ചെയ്തിരിക്കുന്നു തോമസ്. അപ്പൊ കർത്താവ് ദൈവമല്ലേ, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ അല്ലേ കാണിക്കുന്നതെന്ന് പറഞ്ഞപ്പോ അതൊരു വേറെ ക്ലോസിൽ നിന്നുകൊണ്ടാ പറഞ്ഞത്. അപ്പൊ അതെന്താ അതിന്റെ അർത്ഥം? പത്രോസ് തന്റെ ലേഖനത്തിൽ പറഞ്ഞു, വചനത്തെ എന്ത് ചെയ്യുന്നു? കോട്ടിക്കളയുന്നു. ചിലർ കൂട്ടുചേർക്കുന്നു, ചിലർ മറിച്ചു കളയുന്നു. യോഹന്നാന്റെ ലേഖനത്തിൽ അനേക എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്നു. സൂക്ഷിച്ചു കൊള്ളാനായിട്ട് സഭയോട് പറയുക. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ, നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. പഴയ നിയമം പ്രസംഗിച്ച് കേൾപ്പിക്കുന്ന വിച്ഛേദനക്കാര്, നായ്ക്കള്, ആകാത്ത വേലക്കാര്. ഈ നായ്ക്കളാരാ? എടുക്കാം, യശയാപ്രവാചകന്റെ പുസ്തകം എടുക്കാം. കുരക്കാൻ വയ്ക്കാൻ തൂമ നായ്ക്കൾ. അതൊന്നും വായിച്ചാട്ട്. ഇതൊക്കെ പല പ്രാവശ്യം കേട്ടാൽ പാസ്റ്ററെ ഇത് പലരുടെ ഹൃദയങ്ങളിലേക്ക് കയറുള്ളൂ. അതുകൊണ്ട് ഞാനിത് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം, അവൻ്റെ കാവൽക്കാർ എല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, അവരെല്ലാവരും കുരപ്പാൻ വയ്യാത്ത ഊമനായ്ക്കൾ തന്നെ. അവർ നിദ്രാപ്രിയരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു. ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തി വരാത്ത കൊതിയന്മാർ തന്നെ. ഈ ഇടയന്മാരോ സൂക്ഷിപ്പാൻ കഴിയാത്തവർ. അവരെല്ലാവരും ഒട്ടൊഴിയാതെ താൻ തൻ്റെ വഴിക്കും താൻ താൻ്റെ ലാഭത്തിലേക്കും തിരിഞ്ഞിരിക്കുന്നു. യെശയ്യാവ് 56-ന്റെ 10-11 വാക്യങ്ങൾ കുറിച്ചിട്ട് പഠിച്ചുകൊള്ളുക. തെറ്റിച്ച് കളയുന്നവർ, വചനത്തെ കോട്ടിക്കളയുന്നവർ, വചനത്തോട് കൂട്ടുചേർക്കുന്നവർ, വചനത്തെ മറിച്ചു കളയുന്നവർ, യേശുക്രിസ്തുവിന്റെ ഉപദേശവുമായിട്ട് വരുന്ന അനേകർ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു. ഞാൻ ആദ്യം കരുതി അച്ഛന്മാരുടെ കൂട്ടത്തിൽ നിന്ന് വിഗ്രഹാരാധനയൊക്കെ വിട്ട് ഈ പുള്ളി വന്നതായിരിക്കുമല്ലോ എന്ന്. ഈ പുള്ളി പറയുന്ന മുഴുവൻ പക്ക ദുരുപദേശമാണ്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട്, ക്രിസ്തുവിനെ നിഷേധിക്കുന്നവരിൽ പിതാവുമില്ല പുത്രനുമില്ല. ഇനി വ്യക്തമായ ഉപദേശം നമുക്ക് കിട്ടിയിട്ടില്ലേ, പിന്നെന്താ വേണം? മഹാദൈവമാണെന്ന് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച്. തീത്തോസിന്റെ ലേഖനത്തിലുണ്ട്, ഒത്തിരി ഭാഗങ്ങളിലുണ്ട്.
100 വാക്യങ്ങൾ നമുക്കെടുത്ത് സമർത്ഥിക്കാൻ കഴിയും. ഹല്ലേലൂയ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് തീമോഥെയോസിന്റെ ലേഖനം. ദൈവം മനുഷ്യനായി വന്നു, അതാണ് യേശുക്രിസ്തു. ഞാനും പിതാവ് ഒന്നത്രേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പിതാവിനുള്ള സ്ഥാനം പുത്രനില്ലേ? അതല്ലേ അതിന്റെ അർത്ഥം? പഴയ നിയമത്തിൽ തന്നെ പല പ്രവചന ഭാഗങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ഈ ശദ്രക് മേശക് അബേദ്നെഗോവിനെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളഞ്ഞ സമയത്ത് രാജാവ് പറയുന്ന ഭാഗം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ പറഞ്ഞ്? രാജാവ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, നാം 3 പേരെയല്ലയോ തീയിലിട്ടത്. അടുത്ത് 4മതൊരുവനെ കാണുന്നു. ഇനി അടുത്തത് ദൈവദൂതനല്ല, ദൈവപുത്രനെ പോലെ ഒത്തിരിക്കും. ദൈവപുത്രൻ കർത്താവായ യേശുക്രിസ്തു അവിടെ വെളിപ്പെട്ടു അവരെ രക്ഷിക്കുവാൻ. വേദപണ്ഡിതന്മാർ ശക്തമായി പറയുന്ന അതാണ്. നമുക്കും അങ്ങനെ തന്നെ പഠിക്കണത്, അങ്ങനെ തന്നെ നമ്മൾ പഠിപ്പിക്കണത്. കർത്താവ് അവിടെ വെളിപ്പെട്ടു. കാരണം ആദിയിൽ കർത്താവ് ഉണ്ടായിരുന്നു, അല്ലേ? സകലവും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. അതിന്റെ മർമ്മം പലർക്കും മനസ്സിലാകത്തില്ല. ഞാനതിനെക്കുറിച്ച് 1-2 വാക്കുകൾ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയത്, ഏകത്വത്തിൽ തൃത്വം. ദൈവം ഏകനാണ്, അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? തൃത്വം പറയും. ഉൽപ്പത്തി പുസ്തകത്തിലില്ലേ തൃത്വത്തെ കുറിച്ചുള്ള വാക്യം? പറയാം, ആരെങ്കിലും അറിഞ്ഞൊരു പറഞ്ഞു. വരുവിൻ നാം നമ്മുടെ, കണ്ടോ, തൃത്വമായില്ലേ അവിടെ? 2 കൊരിന്ത്യർ ലേഖനം അവസാന അധ്യായം ഒന്ന് വായിച്ചേ. അവസാനത്തെ അധ്യായം ഒന്ന് വായിച്ചേ. അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ ലേഖനം അവസാനത്തെ വാക്യം. ഇതൊക്കെ നമ്മൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. കൃത്യമായില്ലേ? ഇതിൽ കൂടെ എന്ത് തെളിവ് വേണം? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നില്ലേ? പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ അത് പറഞ്ഞിരിക്കുന്നില്ലേ? ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ദൈവത്തിന്റെ, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന കള്ളപ്രവാചകന്മാരും ദുർദൃഷ്ടന്മാരും കുമിളുപോലെ മുളച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ക്രിസ്തുവിന്റെ ഉപദേശത്തിനെതിരെ നിൽക്കുന്നവരെ നമ്മൾ റിജക്റ്റ് ചെയ്ത് കളയണം. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർവിട്ടു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ആ ഉപദേശം കൊണ്ടല്ലാതെ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലോട്ട് വന്നാൽ അവരെന്ത് ചെയ്യണം? വീട്ടിൽ കഴിയും. ഇപ്പൊ നമ്മളിപ്പോ പപ്പടം, പഴം, പായസം കൂട്ടി അവന് തീറ്റ കൊടുക്കില്ലേ? ഞാൻ കേറ്റത്തില്ലെന്ന് പറയാം. കയറി ഇരിക്കാൻ പറയും. ഇരുന്നിട്ട് നല്ല 1-ാം തരം ഉപദേശം പറയും. പറയുമ്പോൾ ഇറങ്ങി ഓടും, താനെ പൊക്കോളൂ. ഒരു ദിവസം ഒരു ഫാദറും ഒരു അച്ഛനും മോളും കൂടി എൻ്റെ വീട്ടിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ക്രിസ്മസ് 25-ന് ഞങ്ങളിവിടെ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു വലിയ പ്രോഗ്രാം നടത്താൻ പോവുകയാണ്, സഹോദരൻ വരണമെന്ന് പറഞ്ഞു. ഇവർ കയറി ഇരിക്കാൻ പറഞ്ഞു. ടേക്ക് യുവർ സീറ്റ്. കുടിക്കാൻ പറ്റില്ല, ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഒരു 10-12 വയസ്സുള്ളൊരു കൊച്ചാ. പറഞ്ഞിട്ട് എൻ്റെ ലക്ഷ്യവും എൻ്റെ ഗോളൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയണേ, എന്നാൽ ഞാൻ പൊക്കോട്ടെ എന്ന്. ആയിക്കോട്ടെ. നിർമ്മലമായ സുവിശേഷം പറഞ്ഞ് കേൾപ്പിച്ചു. കേട്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ കർത്താവിൻ്റെ വേണ്ടി കാത്തിരിക്കുന്ന ആളാണ്. സ്വത്രം. അതുകൊണ്ട് നിങ്ങളും അങ്ങനെ ആയിരിക്കണമെന്നൊക്കെ പറഞ്ഞു. അതിനൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഇരിക്കപ്പൊറുതിയില്ല, പോവാന്ന് പറഞ്ഞു. പൊക്കോളം പറഞ്ഞു. സന്തോഷത്തോടെ പോയി, കൈയും കൊടുത്ത് പോയി. പിന്നെ ഒരാൾ വീട്ടിൽ വന്ന് കയറിയിരിക്കുമ്പോൾ നമ്മൾ ഇറങ്ങിപ്പോകാന്നൊക്കെ പറയാൻ പറ്റുമോ? പറ്റില്ല. മാന്യമായ യോഗ്യമായ നിലയിൽ വന്നിരുന്നു. പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഇറങ്ങിപ്പോകാനിടയായി തീർന്നു. വേണ്ട എന്നുകൊണ്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ തന്നെ പോകുന്ന പറഞ്ഞത് ചിലർ. അവർ പ്രാർത്ഥിക്കത്തില്ല, അവർക്ക് പ്രാർത്ഥനയില്ല, അവർക്ക് വചനധ്യാനമില്ല, അവർക്ക് വിശുദ്ധ ജീവനമില്ല, അവർക്ക് വേർപാടില്ല. പിന്നെ എന്താ ഉള്ളത്? ഏതോ സംഘടനക്കാർ കുറച്ച് കാശ് കൊടുക്കുന്നുണ്ട് ഒരാൾക്ക് പ്രവർത്തിക്കാൻ. ഒരു 10-25,000 രൂപ ഒരാൾക്ക് അവർ കൊടുത്ത് കഴിയുമ്പോൾ കാശ് മേടിച്ചിട്ട് ഓരോ വീട് തോറും കയറി ഇറങ്ങി. അവരുടെ പുസ്തകത്തിന്റെ പേരേതാ? യഹോവസാക്ഷിക്കാരുടെ അവരുടെ പുസ്തകത്തിന്റെ പേരെന്താ? ഭിക്ഷാഗോപുരം. വേദോസ്തമായിട്ട് വല്ല ബന്ധമുണ്ട്? എടാ, ഭിക്ഷാഗോപുരം വെച്ചുകൊണ്ടിരുന്നിട്ട് പുസ്തകമായിട്ട് എന്താ ബന്ധമുള്ളൂ? അതുമായിട്ട് വേദോസ്തമായിട്ട് എന്താ ബന്ധമുള്ളത്? ആരെങ്കിലും എഴുതിയതല്ലേ? അവിടെയാണ് നമ്മൾ ഈ ഗലാത്യർ 1:6 തൊട്ട് പഠിക്കേണ്ടത്. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞ പോലെ പിന്നെയും പറയുന്നു, ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്നുള്ള വചനത്തിന്റെ വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് എപ്പോഴും സൂക്ഷിച്ചു കൊള്ളണം. കർത്താവും അപ്പോസ്തലന്മാരും തരുന്ന ഉപദേശത്തിന് വിരുദ്ധമായിട്ടുള്ള ഉപദേശങ്ങൾ നമുക്ക് വേണ്ട.
അത് നാശത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. കള്ളപ്രവാചകന്മാരും ദുർഗ്രേഷ്ടന്മാരും കുമിളുപോലെ മുളച്ചു വന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. വായിക്കാം പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായത്തിന്റെ 27 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. പെട്ടെന്ന് വായിച്ചോ, പടപടേന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രവൃത്തി ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. ഒരു നിമിഷം നിൽക്കണേ പാസ്റ്റേ. ഇവിടെ പൗലോസ് പറയുന്ന ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ ആലോചന പൗലോസ് ഒട്ടും മറച്ചു വയ്ക്കാതെ അറിയിച്ചു തന്നിരിക്കുക. അപ്പൊ ആ ആലോചന, ദൈവത്തിന്റെ ആലോചന എന്താണെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞേ, നോർമലി പറഞ്ഞേ. പൗലോസ് പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ എന്തെന്ന് ഒന്ന് ശോധന ചെയ്താൽ, അല്ലെങ്കിൽ ഒന്ന് എടുത്ത് പഠിച്ചാൽ, ഒന്ന് ഗ്രഹിച്ചാൽ, അതൊന്ന് മനസ്സിലാക്കിയാൽ ദൈവത്തിന്റെ ആലോചന നമുക്ക് കിട്ടും. ഇനിയിപ്പോ ഒരു പ്രവാചകനെ വരുത്തണം നമ്മൾ. സജിപ്പാസൊക്കെ പറയുന്ന പോലെ ഇങ്ങാട്ട് കിടന്ന് ഒരുത്തനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഉള്ള കണ്ട ദുരുപദേശം മുഴുവൻ പറഞ്ഞു കൂട്ടി അവസാനം അവിടുന്ന് ഓടിച്ചു വിടേണ്ട ഗതികെട്ട അവസ്ഥ നമുക്കുണ്ടാകും. പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. യൂദായും ശീലാസും പറയാം പ്രവാചകന്മാരാകിയാൽ അടുത്ത പല വചനങ്ങളെ കൊണ്ട് പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. ഇപ്പൊ ഞാനൊരു പ്രവാചകൻ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പല വചനങ്ങളെ കൊണ്ട് നിങ്ങളെ ഉറപ്പിക്കുക വിശ്വാസത്തിൽ. അതാണ് പുതിയ നിയമത്തിലെ പ്രവചനം. പഴയ നിയമത്തിലെ ഒരു പ്രവാചകനെ ദൈവം വെച്ചിരുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, പുസ്തക ചുരുളുകൾ ഒരു ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ ഒരു പെട്ടി ഓട്ടോറിക്ഷയിലോ ഒരു ലേഖനം, ഒരു യെശയ്യാവിന്റെ പ്രവചന റോള്, പുസ്തക ചുരുൾ ഒരു വണ്ടി വേണമെന്നിനെ കൊണ്ടുപോകാൻ. അപ്പോൾ ഓരോ വീട്ടുകാർക്ക് അങ്ങനെ ഉപദേശം കിട്ടുമോ? പുരോഹിതനെടുത്ത് നോക്കി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അതും കേട്ടോണ്ട് ഈ ജനം പോകും. കർത്താവ് തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യെശയ്യാവിലും കാണുന്നുണ്ട്. ഒരു ചുരുളെടുത്ത് നിവർത്തി അതിൽ നിന്ന് നോക്കി പ്രസംഗിച്ചു. അതുപോലെ പുസ്തക ചുരുളുകളാണ്, തുകൽ ചുരുളുകളാണ്. ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം 66 പുസ്തകം കർത്താവിൻ്റെ അരുളപ്പാടുകളാണ്. അത് ഇസ്രായേൽ മക്കളോടുള്ള ന്യായപ്രമാണത്തിൻ്റെ അരുളപ്പാടുകളും പുതിയ നിയമസഭയ്ക്ക് വേണ്ടിയുള്ള കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം അപ്പോസ്തലന്മാരോട് ലഭിച്ച കർത്താവിൻ്റെ അരുളപ്പാടുകളുമാണ്. വ്യക്തമായി കൃത്യമായി ദൈവത്തിൻ്റെ ആലോചന നമ്മുടെ കയ്യിലുണ്ട്. നമ്മളത് പ്രാർത്ഥിച്ച് പരിജ്ഞാനത്തോടെ വിവേകത്തോടെ ആ വചനങ്ങളെ ഗ്രഹിച്ച് മറ്റുള്ളവരോട് പറയുക. അതിനുള്ള അവസരം നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. വചനം കയ്യിലുണ്ട്, ആത്മാവിനെ തന്നിട്ടുണ്ട്. പഠിക്കാനുള്ള അവസരങ്ങൾ കർത്താവ് തരുന്നുണ്ട്. ദൈവദാസന്മാർ വന്ന് പ്രസംഗിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് മനസ്സിലാക്കി അത് പരിജ്ഞാനത്തോടെ വിവേകത്തോടെ നമ്മൾ ജനത്തിനെടുത്ത് കൊടുക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നു. അടുത്ത വേദഭാഗം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നിങ്ങളെ തന്നെയും ആമേൻ സ്തോത്രം അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനും സൂക്ഷിച്ചു കൊള്ളുവിൻ. പൗലോസ് പറയാ സൂക്ഷിച്ചു കൊള്ളുക, യൂദ പറയാ സൂക്ഷിച്ചു കൊള്ളുക, പത്രോസ് പറയാ സൂക്ഷിച്ചു കൊള്ളുക. വചനത്തിന്റെ പല ഭാഗങ്ങളിൽ കാണാൻ കഴിയും സൂക്ഷിച്ചു കൊള്ളുക, സൂക്ഷിച്ചു കൊള്ളുക. മുന്നറിയിപ്പുകൾ തരിക. നമുക്ക് കർത്താവ് അപ്പോസ്തലന്മാർ മുന്നറിയിപ്പുകൾ തരിക വചനത്തിലൂടെ. സൂക്ഷിച്ചോ, അപകടമുണ്ട്. ടൈറ്റാനിക് ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്നും അമേരിക്കയിലേക്കുള്ള യാത്രയിൽ മുന്നറിയിപ്പ് കൊടുത്തു. എന്താ മുന്നറിയിപ്പ്? മഞ്ഞുമല വരുന്നു. അഹങ്കാരത്തിന്റെ വാക്കുകളായിരുന്നു അവർക്ക്. ദൈവം വിചാരിച്ചാൽ പോലും, അങ്ങനെയല്ലേ, ദൈവം വിചാരിച്ചാൽ പോലും തകർന്നു പോകാത്ത നിലയിലാണ് ഞങ്ങളുടെ ഈ കപ്പലിന്റെ പണി. ഞാൻ വിചാരിക്കുന്ന തമ്പുരാൻ അത് കേട്ടു. ഈ എന്താ പറയാ, ഈ അഹങ്കാരിയുടെ വാക്ക് തമ്പുരാൻ കേട്ടിട്ട് ആ കന്യയാത്രയിൽ തന്നെ ചീട്ട് കീറാനായിട്ട് ദൈവം കൽപ്പന ഇട്ടു എന്നാ ഞാൻ വിശ്വസിക്കുന്നേ. അത് തന്നെ നമ്മുടെ ലോകത്തിലും ദൃഷ്ടാന്തമായിട്ട് കിടക്കുകയല്ലേ, ദൃഷ്ടാന്തമായിട്ട് കിടക്കുക. എന്നെപ്പോലെ എത്രയോ പേര് അത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ, കർത്താവും അപ്പോസ്തലന്മാരും തരുന്ന മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ നമ്മുടെ വിശ്വാസ കപ്പൽ ഈ ലോകത്ത് തകർന്നു പോകും. പിന്നെ അതിന്റെ ഉത്തരവാദിത്യം നമ്മളായി. ഹല്ലേലൂയ. സൂക്ഷിച്ചു കൊള്ളുവിൻ. പാസ്റ്റർ അടുത്ത് ഞാൻ പോയ ശേഷം പൗലോസ് പോയ ശേഷം എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് പഠിക്കാം. അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞ ശേഷം അവരെല്ലാം പത്യവചനമുള്ള പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത
കൊടിയ ചെന്നായ്ക്കൾ. ഇഷ്ടംപോലെ ആഗോള വ്യാപകമായി ചെന്നായ്ക്കളാണ് ഇന്ന് നല്ലൊരു ശതമാനം എന്ന് പറഞ്ഞാൽ സത്യം സത്യം സത്യം. എങ്ങനെ ഒരു ചെന്നായി? അതിൽ വളരെ വിചിത്രമായൊരു കൗതുകമായ ഒരു വിഷയം, ഒരു പ്രസന്റേഷൻ ഞാൻ ഇവിടെ പറയാൻ താല്പര്യപ്പെടുക. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എത്ര വർഷം മുമ്പ് നടന്നായത്? 2000 വർഷം മുമ്പ്. 2000 വർഷം മുമ്പ് കർത്താവ് പറഞ്ഞു, അവരെ അയച്ചു. 2000 വർഷം കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞാടുകളെല്ലാം ആരായി? നല്ലൊരു ശതമാനം ചെന്നായ്ക്കളായി മാറി. എങ്ങനെ ചെന്നായി ആയി? പഥ്യവചനം, പഥ്യോപദേശം ജനത്തെ ഗ്രഹിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാതെ, നേരത്തെ നമ്മൾ പ്രവചന പുസ്തകം വായിച്ച പോലെ നിർമ്മലിനവും അല്ലെ ശുദ്ധവും മലിനവും തമ്മിൽ വേർതിരിച്ചു കൊടുക്കാതെ, ഉപദേശവും അന്യതാപദേശവും തമ്മിൽ വേർതിരിച്ചു കൊടുക്കാതെ, പഥ്യവചനവും പഥ്യമില്ലാത്ത വചനവും തമ്മിൽ വേർതിരിച്ചു കൊടുക്കാതെ അങ്ങനെ പ്രസംഗിച്ച് 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 പോയത് കൊണ്ട് എന്താ പറ്റി? ഈ ആടുകൾ മുഴുവൻ ചെന്നായ്ക്കളായി മാറി. ഇനി ഇവരെ ചേർക്കാനാ കർത്താവ് വരുന്നേ? ഇല്ല. കർത്താവ് വരുന്നത് തൻ്റെ ആട്ടുംകൂട്ടത്തെ ചേർക്കാനാ. അതാ ഞങ്ങളുടെ കർത്താവിൻ്റെ ദാസൻ പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ നേരത്തെ ഒരു വലിയ പ്രസ്ഥാനമാണ്. പ്രസ്ഥാനത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, വായിക്കൊള്ളാത്ത പ്രസ്ഥാനം, അതുപോലെ വലിയ പ്രസ്ഥാനം. ഇറങ്ങി പോകാൻ നേരത്ത് കൂടെയുള്ള സഹവിശൂഷന്മാർ പറഞ്ഞു, അപ്പച്ചാ പോകല്ലേ പോകല്ലേ എന്ന്. എന്തു പറ്റി? നമുക്ക് ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യാമെന്നുള്ളത്. ഇവിടെ ഒന്ന് ഒരുമിച്ച് നിന്ന് ദുരുപദേശത്തിനെതിരെ ഫൈറ്റ് ചെയ്യാം. അപ്പോൾ പുള്ളി പറഞ്ഞു, എടാ ഫൈറ്റ് ചെയ്യാനായിട്ട് ഇവിടെ എല്ലാം പന്നികളാണല്ലോ, ആട്ടുംകൂട്ടം ഇല്ലല്ലോ. എന്നെ ആടിനെ നടത്താനാണ് എന്നെ വിളിച്ചയക്കുന്നത്. ഈ പന്നിക്കൂട്ടങ്ങളെ മേയ്ക്കാൻ ഞാനില്ല, ആടാകുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞ് പുള്ളി ഇറങ്ങിപ്പോന്നു. ആ പ്രസ്താവന ഞാനും പറയാറുണ്ട്. ഇന്ന് ആത്മീയ കുളത്തിൽ കിടക്കുന്നത് ആടുകളല്ല ദൈവമക്കളെ. ഇല്ലെന്ന് പറയരുത്, ഉണ്ട്. ഒരു ചെറിയ ശേഷിപ്പ്, വചനത്തിൻ്റെ ഭാഷ അതാ, ഒരു ചെറിയ ശേഷിപ്പ് എക്കാലത്തും ഉണ്ട്. ഏലിയാവ് ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഒരുവൻ മാത്രം. നോ, നീ ഒരുവൻ മാത്രമല്ല, 7000 പേരെ ഞാൻ നിനക്ക് വേണ്ടി ശേഷിപ്പ് വേർതിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാലത്തിൽ ഒരു ശേഷിപ്പുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും അനുസരിച്ച് ജീവിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു ശേഷിപ്പുണ്ട്. ആ ശേഷിപ്പിന്റെ അകത്ത് നമ്മൾ ആയിക്കൊള്ളണം. ഈ കള്ളപ്രവാചകന്മാർ ദുരിതപക്ഷന്മാരുടെ കൂടെ നമ്മൾ പോയി പോകരുത്. വായിക്കാൻ പാസ് എന്റെ കണ്ടിന്യൂഷൻ വായിച്ചു നിർത്തി. എന്റെ കണ്ടിന്യൂഷൻ, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി. തങ്ങളുടെ പിന്നാലെ. ഞാനിപ്പോൾ ഇവിടെ വന്ന് നിങ്ങളെ പ്രസംഗിച്ചതിന് എൻ്റെ പുറകെയല്ല ഞാൻ വലിക്കുന്നത്, ഞാൻ കർത്താവിൻ്റെ പുറകെ പോകാനാണ് നിങ്ങളോട് പറയുന്നത്. കർത്താവും കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ച് അക്കരെ പോകാനാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ പുറകെ വരാൻ ആരോടെങ്കിലും പറയാറുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും അനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്നാണ് എൻ്റെ പ്രസംഗം. ഒരു വ്യക്തികളുടെ പുറകെ പോകാനല്ല. എനിക്കറിയാം, ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു ഗ്രൂപ്പുണ്ട്. അവര് പ്രാർത്ഥനയ്ക്ക് വിളിച്ച് അവർ പറയുന്നത് എന്തറിയാം, ഞങ്ങളുടെ പാർട്ട് പ്രസംഗിച്ചാലേ ഞങ്ങൾ കേൾക്കുള്ളൂ. അപ്പം എനിക്ക് മനസ്സിലായി, പാർട്ട് വലിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഗ്രൂപ്പായത്, ഈ ട്രെയിൻ വലിച്ചുകൊണ്ട് നടക്കുന്ന പോലെ. അതുകൊണ്ടാണ് മീറ്റിങ്ങിൽ വരാത്തത്. ഞങ്ങളുടെ പാർട്ട് പ്രസംഗിക്കണം. വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചോണ്ട് പോകരുത്. ആ പദമാണ് അവിടെ കൊടുത്തേക്കുന്നത്, വലിച്ചോണ്ട് പോകരുത്. ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ വലിച്ചോണ്ട് പോകുന്ന പോലെ ഒരു പ്രസ്ഥാനം 1000 പേര് 2000 പേരെ ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുക. ബാംഗ്ലൂരിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ടീം. 500 പേരെ വലിച്ചുകൊണ്ട് നടക്കുക, 5000 പേരെ വലിച്ചുകൊണ്ട് നടക്കുക. ഈ 5000 പേര് വേറെ ആര് പ്രസംഗിച്ചാലും അവർ കേൾക്കത്തില്ല. അവരുടെ ഉപദേശി മാത്രമേ പറയുന്ന അവർ കേൾക്കത്തുള്ളൂ. വല്ല നല്ല ഉപദേശമാണ് ഈ പറയുന്നത്. ഞാൻ കേട്ട് നോക്കിയിട്ടുണ്ട് ഇതൊക്കെ. ഞാൻ എല്ലാവരുടെ ഉപദേശം കേൾക്കും. പക്ഷേ ഇതൊക്കെ എന്തായി ഇവർ പറഞ്ഞു കൂട്ടണമെന്ന് കേൾക്കും. ഒരെണ്ണം ഗുണമില്ല. വളരെ ചുരുങ്ങിയ ഒരു ശുശ്രൂഷവൃന്ദങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വചനം ശരിയായി പ്രസംഗിച്ചാണ്. ഇവരെല്ലാം കൂടി ഏറിൽ നിർത്തിയിരിക്കുക. എന്ത് ചെയ്യാനാ? അവർക്കതൊരു വിഷയവുമല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരും നമ്മളെ വലിച്ചുകൊണ്ട് പോകരുത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. അടുത്ത അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. സ്തോത്രം സ്തോത്രം. ഓർത്തുകൊള്ളു. അടുത്ത നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്താനും സകല വിശുദ്ധന്മാരോടുകൂടെ അവകാശം തരാൻ കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. ദൈവവചനത്തിൽ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. വചനത്തിൽ നിലനിന്നുകൊള്ളുക.
ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിലനിൽക്കുക, പഥ്യവചനം പഥ്യോപദേശത്തിൽ നിലനിൽക്കുക. ആ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഭാഗം ഇതാണ്, റിപ്പീറ്റേഷൻ പറഞ്ഞെങ്കിൽ ക്ഷമിക്കണം. മോശ ദൈവപ്രമാണം ലംഘിച്ചപ്പോൾ പിസ്കാ കൊടുമുടിയിൽ കയറ്റി ദൈവം അവനോട് പറഞ്ഞു, അതാണ് കനാൻ, നോക്കിക്കണ്ടോളാൻ പറഞ്ഞു. മോശയെ അവിടെ നിന്ന് മാറ്റിയിട്ട് യോശുവയെ തിരഞ്ഞെടുത്തിട്ട് യോശുവോട് പറയുന്നൊരു ഭാഗമാണ്, എടുത്തു വായിക്കേണ്ട, ഞാനങ്ങ് പറയാം. നിന്റെ ദാസനായ മോശ തന്നിരിക്കുന്ന പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരികരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്, ആ സ്ട്രെയിറ്റ് പ്രമാണത്തിൽ കൂടി പോകണം. ദൈവം ഓരോ യുഗങ്ങളിലും കൊടുക്കുന്ന പ്രമാണം, അതാത് യുഗങ്ങളിൽ കൊടുക്കുന്ന പ്രമാണം അതാത് ജനത അനുസരിക്കണമെന്ന് ദൈവം ശഠിക്കുന്ന ആളാണ്. അത് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല. കൃപായുഗത്തിൽ നമുക്ക് തന്നിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിലൂടെ അപ്പോസ്തലന്മാർ മുഖാന്തരം നമുക്ക് തന്നിരിക്കുന്ന ഈ അപ്പോസ്തലിക ഉപദേശം, ഈ ക്രിസ്തുവിന്റെ ഉപദേശം, ഈ രാജകീയ ന്യായപ്രമാണം, ഈ സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം, കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനം, ഭക്തികൊത്ത് ഉപദേശം, ക്രിസ്തുവിന്റെ ഉപദേശം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ആരും പോകരുത്. പോയാൽ എന്ത് പറ്റും? ശത്രു കയറി പിടിക്കും, ബലഹീനരായി പോകും. ഇസ്രായേൽ മക്കള് യാത്ര ചെയ്തു പോകുന്ന വേളയിൽ ക്ഷീണിച്ചു പോയ ഏറ്റവും പുറകിലുള്ള ആൾക്കാരെ എന്ത് ചെയ്തു? ആരും ഒന്ന് പിടിച്ചു എന്ന് എഴുതിയേക്കുന്നത്? കറക്റ്റ്, 100 മാർക്ക്. അമാലേക്ക് ഒന്ന് പിടിച്ചോണ്ട് പോയി. എന്താ കാര്യം? പ്രാർത്ഥനയില്ല, ഉപവാസമില്ല, വചനധ്യാനമില്ല, കണ്ണുനീരില്ല, വിശുദ്ധ ജീവിതമില്ല, വേർപാടില്ല, ഒരു ഒപ്പിച്ചൊരു പോക്ക. പിശാച് പിടിക്കും. പിന്നെ പിടിച്ചു കഴിഞ്ഞിട്ട് പാസ്റ്ററെ ഒന്ന് വരണേ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ എന്നെപ്പോലുള്ളവർ പറയും, പ്രാർത്ഥിച്ചു നോക്കട്ടെ, നിയോഗം ഉണ്ടെങ്കിൽ വരാമെന്ന് പറയും. ഞാനങ്ങനെ പറയത്തുള്ളൂ. ഞാനങ്ങനെ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഏതെങ്കിലും ഏടാകൂടത്തിലൊക്കെ ചെന്നിട്ട് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലും, ഇതെല്ലാം കൂടി നമ്മുടെ മണ്ടയിലോട്ട് കയറി പിന്നെ അവിടെ കിടന്ന് പോരാടി. പാസ്റ്റർ അറിയില്ലേ അത്? പിന്നെ വീട്ടിലതിൻ്റെ പോരാട്ടം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ സൂക്ഷിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവരെ എപ്പോഴും ഉപദേശത്തിന് നിലനിർത്തിക്കൊണ്ട് പോകണം. വചന വ്യവസ്ഥ വിട്ടുകഴിഞ്ഞാൽ, ആത്മീക ക്ഷീണം സംഭവിച്ചാൽ, ഇസ്രായേൽ മക്കളെ ആക്ഷരികമായി അമ്മയിലേക്ക് പിടിച്ചു എന്ന് വചനത്തിൽ പറയുന്നു. ഞാനതിനെ ആത്മീകമായിട്ട് വിവേചിച്ച് പറയുകയാണ്. നമ്മൾ ആത്മീക ക്ഷീണം സംഭവിച്ചാൽ ശത്രു നമ്മളെ പിടിക്കും. പിന്നെ അവിടെ കിടന്നുകൊണ്ട് വിടുതൽ 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 എന്ന് പറഞ്ഞ് കുറെ പാട്ട് പാടിയാലൊന്നും ഒരു രക്ഷയില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലൊന്നും കൂടെ കാണത്തില്ല. വ്യവസ്ഥ തെറ്റിച്ച് കഴിഞ്ഞാൽ ദൈവം ഉത്തരവാദിയല്ല, നമ്മളാണ് അതിൻ്റെ ഉത്തരവാദി. നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോട് കൂടി അവകാശം തരാൻ കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. വചനത്തിൻ്റെ വ്യവസ്ഥയിലാണ് അപ്പോസ്തലൻ പുതിയ നിയമസഭയെ ഫലമേൽപ്പിച്ചത്. ആ വചന വ്യവസ്ഥയിൽ നമ്മൾ നിന്നോണം. അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്, ഇടം വലം തെറ്റിപ്പോകരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയരുത്. ആരെന്തൊക്കെ പറഞ്ഞാലും, അവരും വന്ന് എന്തൊക്കെ പറഞ്ഞാലും നമുക്കതൊന്നും വിഷയമല്ല. ഈ പ്രമാണം വിട്ട് നമ്മൾ പോകരുത്. നമ്മളെ തെറ്റിക്കാനാണ് ആൾക്കാർ കൂടുതൽ, നേരെ നടത്താൻ ആൾക്കാർ കുറവാ. അത് മനസ്സിലാക്കണോ? അത് ഹല്ലേലൂയ. നടത്തുന്നവർ തെറ്റിച്ച് കളയുന്നു. യെശയ്യാവ് 3:12 അതല്ലേ വായിച്ചത്? നടത്തുന്നവർ തെറ്റിച്ച് കളയുന്നു, അവർ നമ്മുടെ വഴി നശിപ്പിച്ചു കളയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിർമ്മലമായ ദൈവത്തിൻ്റെ തിരുവചന സത്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പൊക്കൊള്ളണം. അല്ലെങ്കിൽ നമ്മളെ നശിപ്പിച്ചു കളയും. ഭേദാഭേദങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കണം. ഉപദേശം നന്നായി വായിച്ചു പഠിക്കണം. എനിക്ക് കർത്താവിൻ്റെ ദാസന്മാർ തന്ന വലിയൊരു നിർദ്ദേശമാണ്, ഈ ഉപദേശം നന്നായിട്ട് വായിച്ച് പഠിക്കണം. പഠിച്ച് മനസ്സിലാക്കി ഉപദേശം ഹൃദയത്തിൻ്റെ ഉള്ളിൽ സംഗ്രഹിക്കണം. എന്നിട്ട് ഈ ഉപദേശം പ്രസംഗിക്കണം. നീ നിന്നെ സൂക്ഷിക്കുക, നിന്റെ ഉപദേശം സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ ബാക്കി നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ഇല്ലെങ്കിൽ നിനക്കുമില്ല രക്ഷ, നിന്റെ പ്രസംഗം കേൾക്കുന്നവർക്കുമില്ല രക്ഷ. രണ്ടും കൂടി നാലിലോട്ട് പോകും. പിന്നെ അവിടെ കിടന്ന് കയ്യും കാലും അടിച്ചിട്ട് കർത്താവേ ഇച്ചിരി വെള്ളം തരണേ എൻ്റെ തൊണ്ട നനയ്ക്കാനെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. നമുക്കറിയാമല്ലോ. അത് കഴിഞ്ഞപ്പോൾ ആൽപ്പഭാരം വന്നു. അവിടെ കിടന്നുകൊണ്ട് എന്ത് ചെയ്യുക? സുവിശേഷ വേല ചെയ്യാനൊരു ആൽപ്പഭാരം. ആർക്ക് പറഞ്ഞാട്ട് പാസ്റ്റേ? ധനവാന്. എന്ത് ചെയ്യുക? ഒരേ ഞാനിവിടെ വന്നു, എൻ്റെ ബ്രദേഴ്സ് അവിടെ കിടക്കുകയാണ്, അങ്ങോട്ട് വിട്, ലാസറിന് അങ്ങോട്ട് വിട്, കുറെ ട്രാക്റ്റും കൊടുത്ത് അങ്ങോട്ട് വിട്, അവരും പോട്ടെ. രക്ഷയില്ല. അവിടെ ആരുണ്ട്? മോശയും പ്രവാചകന്മാരും ഉണ്ട്. അവരൊക്കെ പറയുന്നത് അവർ കേട്ടനുസരിക്കാറില്ലേ? ഇവിടെ നിർത്തം ചെന്നാൽ ഒരു കർത്താവിന് അറിയാം കേൾക്കില്ലെന്ന്. ഈ കുളം പിടിക്കാത്തവന്മാർ കേൾക്കില്ലെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ട് തന്നെ അവനോട് അങ്ങനെ പറഞ്ഞത്.
അപ്പൊ കർത്താവിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച്, രൂക്ഷമായിട്ടുള്ള വാക്കുകളല്ല, ഒരു ദയവും ഉണ്ടായില്ല. ഇപ്പോൾ ദയവുണ്ട് നമ്മോട്. ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം. ഇപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. വചനത്തിലൂടെ, ദൈവദാസന്മാരിലൂടെ, ഉപദേശങ്ങളിലൂടെ, സ്വപ്നത്തിലൂടെ, ദർശനത്തിലൂടെ ഒക്കെ ദൈവം നമ്മോട് സംസാരിക്കും. അതെല്ലാം കേട്ട് വചനവ്യവസ്ഥ പ്രകാരമുള്ള ഉപദേശങ്ങൾ കേട്ട് അനുസരിച്ച് ജീവിച്ചാൽ നമ്മുടെ ആത്മീക യാത്ര സുഗമമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഹല്ലേലൂയ. ഭേദാഭേദങ്ങളെ വിവേചിക്കണം. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിൽ വിവേകത്തിൽ വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കണമെന്നും. അടുത്ത ഭാഗത്തിലേക്ക് വരാം പാസ്റ്റർ. പ്രാർത്ഥന 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 ഫിലിപ്പിയ ലേഖനത്തിലെ പ്രാർത്ഥനയിലേക്ക് 2-ാം അധ്യായത്തിലെ 1-ാം അധ്യായത്തിലെ 9, 10, 11 പ്രാർത്ഥനയിലേക്ക് വരാം. 3 വാക്യമല്ലേ ഉള്ളൂ. ഭേദാഭേദങ്ങളെ വിവേചിക്കണമെന്നും എന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് അവിടെ നിൽക്കട്ടെ പാസ്റ്റർ. ക്രിസ്തുവിന്റെ നാളിലേക്ക് നിങ്ങൾ ആരായിരിക്കണം? നിർമ്മലന്മാരായി. യാതൊരു വക്രതയും ചതിവും ഒന്നും നമ്മളിൽ ഉണ്ടാവില്ല. നിർമ്മലമായ ജീവിതം, നിഷ്കളങ്കമായ ജീവിതം. കർത്താവ് സ്വർഗരാജ്യത്തിൽ പോകുന്ന ആരാണെന്ന് പറഞ്ഞ 1-2 വാക്യങ്ങളിൽ ഏറ്റവും പ്രധാനം ഒരു ശിശുവിനെ എടുത്ത് മുമ്പിൽ നിർത്തിയിട്ട് എന്താ പറഞ്ഞു? നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കൾ പോലും ആകുന്നില്ലെങ്കിൽ യുവരാജ്യം കാണാൻ കഴിയും. നിർമ്മലമായ. ഞാൻ എൻ്റെ കുഞ്ഞിനെയാണ് അതിന് ഉദാഹരണമായിട്ട് എടുക്കുന്നത്. അവൻ ഈ പൊട്ടത്തരങ്ങളെ കുറിച്ച് അവൻ്റെ കുഞ്ഞു മനസ്സിൽ നിന്നൊക്കെ വിളിച്ച് പറയുക. നമ്മൾ തിരുത്തി കൊടുക്കുമ്പോൾ തിരുത്താൻ ബുദ്ധിമുട്ടാണ് അവന്. പക്ഷെ കുറേ കഴിയുമ്പോൾ അവന് മനസ്സിലാവും, അത് ശരിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് അനുസരിക്കും. അതുപോലെ കുഞ്ഞുങ്ങൾക്കുള്ള പോലെ തെറ്റായ ചിന്താഗതികളും തെറ്റായ ആശയങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ വരാം. പക്ഷേ ഈ വചനത്തിൻ്റെ മുൻപിൽ ഇരുന്ന് നമ്മൾ നമ്മളെ തന്നെ തിരുത്തണം, നമ്മളെ കറക്ഷൻ ചെയ്യണം, നമ്മളെ ശുദ്ധീകരിക്കണം, നമ്മളെ വിശുദ്ധീകരിക്കണം. നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. ഇപ്പം എല്ലാവരും ചെയ്യുന്നത് നമ്മളെ ആരെങ്കിലും വന്ന് വിശുദ്ധീകരിക്കുന്നല്ല. വചനത്തിൻ്റെ മുൻപാകെ സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ വിശുദ്ധീകരിക്കും. അങ്ങനെയാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്.